സംസ്ഥാനത്ത് സംരംഭകത്തിന് ഉണർവായി ടൈക്കോൺ കേരള 2025 നവംബർ 21-22 തീയതികളിൽ കുമരകം ദി സൂരിയിൽ വെച്ചാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംരംഭക സമ്മേളനം നടക്കുന്നത്. ടൈ കേരള എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഓഫീസ് ബെയറേഴ്സ് ആണ്. എൻ്റെ പേര് വിവേക് കൃഷ്ണഗോവിന്ദ്, ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. ജേക്കബ് ജോയ് തൊട്ട് മുമ്പത്തെ പ്രസിഡന്റ്, വിനോദിനി സുകുമാർ, ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെർട്ടിക്കലായിട്ടുള്ള ടൈ യങ് ജനറേഷൻ്റെ യങ് ഓൺട്രപ്രണർ ടൈ കോളേജ് ലെവൽ പ്രോഗ്രാമൊക്കെ ഹെഡ് ചെയ്യുന്നത് വിനോദിനി, ആൻഡ് ദിവ്യ വാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ടൈ കേരള. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ടൈക്കോൺ എന്ന് പറയുന്നത് ടൈ കേരളയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവൻ്റാണ്. ടൈ കേരളത്തെ ഒരു ഗ്ലോബൽ ബോഡിയാണ്. അതിൻ്റെ കേരള ചാപ്റ്റർ തുടങ്ങിയിട്ട് 20 വർഷമായി. ഓഫ് വിച്ച് 14ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ടൈക്കോൺ നടക്കുന്നത്. ആദ്യത്തെ 13 എഡിഷനും കൊച്ചിയിലായിരുന്നു. നേരത്തെ ആദ്യം ലെ മെറിഡിയൻ, പിന്നെ കഴിഞ്ഞ വർഷം ഹയാത്തിൽ. ഈ വർഷം നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് സൂറി കുമരകത്ത് വെച്ചിട്ടാണ്. ഇറ്റ്സ് എ 2-day പ്രോഗ്രാം. നവംബർ 21st and 22nd ആണ്. ഇതൊരു സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത്തവണ നോക്കുന്നത്. യൂഷ്വലി ഒരു കോൺഫറൻസ് ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സെലിബ്രേഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ മോഡലിലേക്കാണ് ഈ വർഷത്തെ ടൈക്കോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറും പ്രോഗ്രാമിൻ്റെ സെഷൻസും എല്ലാം അതനുസരിച്ചിട്ട് ഫോർമാറ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളൊന്ന് ഈ വർഷം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് ഒരു ഇയർ 2025 ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രീം ഓഫ് വികസിത് ഭാരത് എന്നുള്ളതിലേക്കൊക്കെ മൂവ് ചെയ്യുന്നതിൽ വി ഓൾസോ തോട്ട് അക്കോർഡിംഗ്ലി നമ്മുടെയും ഒരു വേ വി ഡു ആർ പ്രോഗ്രാംസ് ഓൾസോ ഒരു ചെറിയൊരു ചേഞ്ച്. ബിക്കോസ് ഫ്യൂച്ചറിൽ വി ആർ ഓൾസോ ലുക്കിംഗ് അറ്റ് ടൈ ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഇവൻറ്റ്, ദ മോസ്റ്റ് പ്രീമിയർ ഇവൻറ്റ് ഓഫ് ടൈ ഗ്ലോബൽ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ബിഡ് ചെയ്തിട്ടുണ്ട് 2027. സോ അതിനുള്ള ഒരു പ്രൈമറായിട്ട് ഇനീഷ്യലി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് വിച്ച് ഷുഡ് ലീഡ് അപ്പ് ടു ടൈ ഗ്ലോബൽ. സോ ദ ഹോൾ ഫോർമാറ്റ് ഇസ് എ 2-day. എല്ലാവരും പീപ്പിൾ ജോയിൻ us in the venue, stay over at Zuri Kumaragam and all other കുമരകത്തുള്ള ഓൾമോസ്റ്റ് ഓൾ ദി പ്രോപ്പർട്ടീസ് have cooperated with us, and നമ്മുടെ ഹോൾ ഏരിയ നമ്മളൊരു ഓൺട്രപ്രണർഷിപ്പ് ഫെസ്റ്റിവൽ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. എനിക്ക് എല്ലാ തവണയും ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം സമയം കിട്ടുന്നില്ല. അപ്പം ന്യൂ ജനറേഷൻ ആൻട്രപ്രണേഴ്സ്, സ്റ്റാർട്ടപ്പ് ആൻട്രപ്രണേഴ്സും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആൻട്രപ്രണേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടുന്നില്ല എന്നൊരു ഫീഡ്ബാക്ക് വന്നായിരുന്നു. അപ്പം അതിനെ മറികടക്കാനായിട്ടാണ് നമ്മൾ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ട് തന്നെ നടത്താമെന്ന് വെച്ചത്. പിന്നെ ഒരു കോൺഫറൻസ് സിസ്റ്റത്തെക്കാളും കൂടുതൽ ഒരു അൺകോൺഫറൻസ് സിസ്റ്റമാണ് കൂടുതൽ വന്നത്. സോ അക്രോസ് സൂറി നമ്മൾ പല മീറ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. സ്റ്റാർട്ടപ്സിനിരുന്ന് സംസാരിക്കാനായിട്ട്, എക്സിസ്റ്റിംഗ് ഓൺട്രപ്രണേഴ്സിന് സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട്. ഇത് കൂടാണ്ട് ഒരു പിച്ച് ബേ കോമ്പറ്റീഷൻ ഉണ്ട് സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സിന് പിച്ച് ചെയ്യാനായിട്ട്. ആൻഡ് ആ പിച്ച് ബേ കോമ്പറ്റീഷനിൽ ആക്ച്വലി വി ഹാവ് IBSലെ VK മാത്യൂസ് ഉണ്ട്, സിന്തായത്തിലെ അജു ഉണ്ട്, മീരാനിലെ നവാസ് ഉണ്ട്, who will be on the other side hearing pitches from startup entrepreneurs. അപ്പം ഏറ്റവും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഓൺട്രപ്രണർഷിപ്പിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നാണ്. ടൈയുടെ ടാഗ് ലൈൻ തന്നെ ഓൺട്രപ്രണർ ഇൻ എവറി ഹോം എന്നാണ്. അപ്പോൾ ആ ഒരു ടാഗ് ലൈൻ വെച്ചുകൊണ്ട് ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഓൺട്രപ്രണർഷിപ്പ് എന്നാണ് നോക്കുന്നത്. ഇതിൻ്റെ കൂടെ കേരളത്തിന് ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി ലാർജ് സ്കെയിൽ ആവണമല്ലോ. സോ ആ ഗ്രോയിങ് ഫേസിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പിനെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ട്. വാട്ട് അബൌട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻഡസ്ട്രീസിനെയും കൂടെ ഹെൽപ്പ് ചെയ്ത് ടു ഗ്രോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, അതിനുള്ള പ്രോഗ്രാംസും കൂടെ ഈ തവണത്തെ ടൈക്കോണിൽ ഉണ്ടായിരിക്കുന്നത്. ടൈൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും അതിൻ്റെ ബേസിസിലാണ്. അത് 3 പ്രോഗ്രാംസ് ഉണ്ട്. ടൈ യങ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത് TYE എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിൽ നമ്മുടെ ടൈ കേരള മുമ്പിൽ നിൽക്കുകയാണ്. ബിക്കോസ് വി ആർ 64 ചാപ്റ്റേഴ്സ് അക്രോസ് ദ ഗ്ലോബ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസിനെ റീച്ച് ചെയ്തതും ഓൺട്രപ്രണർഷിപ്പും ബിസിനസ് പ്ലാൻസ് പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. അത് നമ്മൾ കേരളത്തിൽ over 20,000 സ്റ്റുഡൻസിന് ഓൾറെഡി കഴിഞ്ഞ് 3-4 കൊല്ലത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം ഗവൺമെൻറ് സ്കൂൾസ്. അപ്പോൾ അതൊരു വളരെ ഇമ്പാക്ട്ഫുൾ പ്രോഗ്രാമാണ്. ടൈയുടെ ചാർട്ടർ മെമ്പേഴ്സ് എല്ലാവരുമാണ് ഇത് പഠിപ്പിക്കാൻ പോകുന്നതും. എല്ലാം ബിസിനസ് ഓണേഴ്സ് ആണ് പോകുന്നത്. അത് കാരണം അത് വളരെ ഹൈ ഇമ്പാക്ട് പ്രോഗ്രാമാണ്. ദാറ്റ് എൻഡ്സ് ഇൻ എ ഗ്ലോബൽ കോമ്പറ്റീഷൻ. അതിൽ നമ്മൾ ബെസ്റ്റ് പിച്ചസ്, ഇൻവെസ്റ്റർ പിച്ചസ് ഷാർക്ക് ടാങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലത്തെ ഇൻവെസ്റ്റർ പിച്ചസ് ചെയ്യാൻ നമ്മൾ കുട്ടികളെ ഐഡിയേഷൻ തൊട്ട് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി പിച്ച് ചെയ്യാൻ വരെ നമ്മൾ പഠിപ്പിക്കുക. അത് സെയിം തിങ് ഇത് അവർ ഒരു ഫൈനൽ ഗ്ലോബൽ കോമ്പറ്റീഷന് പോയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ട് ഫൈനലിസ്റ്റ് വിന്നേഴ്സിന് ക്യാഷ് അവാർഡ്സ് ഒക്കെയാണ്. ദർ ആർ ബിഗ് ക്യാഷ് അവാർഡ്സ്. ആൻഡ് അതിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ
2 കൊല്ലം മുമ്പേ കേരളത്തിലൊരു സ്കൂൾ ഭവൻ സാദൃശ് വിദ്യാലയ വിക്കിൻ ദ ഗ്ലോബൽ വിന്നർ, ആ ഫൈനലിസ്റ്റായിട്ട് ഗ്ലോബൽ വിന്നറും ആയിട്ട് $4,500 മേടിച്ച് വന്നതാണ്. കൂടാതെ നമുക്ക് ടൈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് കോളേജ് സ്റ്റുഡൻസിനാണ്, സിമിലർ പ്രോഗ്രാം. അതിൽ നമ്മൾ ഏർലി സ്റ്റാർട്ടപ്പ് സ്റ്റേജ്, ഐഡിയേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന കോളേജ് സ്റ്റുഡൻസിൻ്റെ സ്റ്റാർട്ടപ്സിനെ നമ്മൾ മെൻറ്ററിങ് കൊടുത്തിട്ട് അവരെ ഇതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു കോമ്പറ്റീഷന് കൊണ്ടുവരിക, അവർക്ക് ഇൻവെസ്റ്റർ ഫേസിങ് കൊടുക്കുക. എന്നിട്ട് അതുകൊണ്ട് അവർക്ക് ദേ ഓൾസോ ഹാവ് എ ഫൈനൽ കോമ്പറ്റീഷൻ വേർ ദ പ്രൈസ് മണി ഈസ് അബൌട്ട് $25,000. അതിൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് ഇൻവെസ്റ്റർ ഫേസിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ പല ഇൻവെസ്റ്റേഴ്സും നമ്മുടെ തന്നെ ചാർട്ടർ മെമ്പേഴ്സും, നമ്മുടെ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് ഉണ്ട്, അത് ടൈയുടെ ക്യാപിറ്റൽ കഫേ ഉണ്ട്, ഇവിടെ ഇരുന്നൊക്കെയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫേസിങ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് കാരണം അവർക്ക് ദേ ആർ ഏബിൾ ടു ഗെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു സെറ്റ് അപ്പ് ദെയർ സീഡ് ഫണ്ടിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഹൈലി മെൻറ്റർഷിപ്പാണ് അതിൻ്റെ മെയിൻ തിങ്. ആ മെൻറ്ററിങ്ങിന് വരുന്ന ഞങ്ങളെല്ലാവരും മെൻറ്റേഴ്സാണ് ഇതിൽ. അപ്പം ടൈയുടെ ചാർട്ടർ മെമ്പേഴ്സ് എല്ലാവരും മെൻറ്റേഴ്സാണ്. യങ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് കുറേ പേര്, നമുക്കൊരു പാനൽ ഓഫ് നിയർലി 80 to 100 മെൻറ്റേഴ്സ് ഉണ്ട്. സ്കൂൾസും കോളേജസിലും പോയി പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. സോ അത് കാരണം ഈ ഇക്കോസിസ്റ്റം മൊത്തം ബിൽഡ് ചെയ്യാനുള്ള എഫേർട്ടാണ് ടൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമിലർലി ടൈ വിമൻ എന്നൊരു പ്രോഗ്രാമുണ്ട്. അതിൽ വിമൻ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്സ്, വിമൻ സ്റ്റാർട്ടപ്സിന് ഇതുപോലെ മെൻറ്ററിങ് കൊടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ടൈ വിമൻ കോമ്പറ്റീഷൻ, ഗ്ലോബൽ കോമ്പറ്റീഷൻ തയ്യാറാക്കി വിടുന്നതും, പ്ലസ് അവർക്ക് ഫേസിങ് ക്യാപിറ്റൽ കഫേയും ക്യാനിൻ്റെയും ഒക്കെ ഇൻവെസ്റ്റർ ഫേസിങ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ദീസ് 3 ആർ ആർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ആൻഡ് ദേ ഹാവ് ബീൻ റണ്ണിങ് വെരി സക്സസ്ഫുള്ളി. അപ്പോൾ ഈ ടൈക്കോണിലും നമ്മളത് ഷോക്കേസ് ചെയ്യുന്നതായിരിക്കും. അതിൽ ദർ ഇസ് എ സെഷൻ ഫോർ ടൈ യങ് ആൻറ്റർപ്രനേഴ്സ് ആസ് വെൽ എസ് ടൈ യൂണിവേഴ്സിറ്റി, TYയും ടൈ യു, ഇത് രണ്ടിൻ്റെയും സെഷൻ ടൈക്കോണിലും ഉണ്ടാവും. അതിൽ ലീഡിങ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. സ്റ്റുഡൻറ്റ് ഓഡിയൻസും കൂടി ഉണ്ടാകും. സ്റ്റുഡൻസ് ക്യാൻ ഷോക്കേസ് ദ സ്റ്റാർട്ടപ്സ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഷോക്കേസും ഉണ്ട്, സ്റ്റാർട്ടപ്പ് പ്രോട്ടോടൈപ്സ് ഷോക്കേസ് ചെയ്യാനുള്ള ഫെസിലിറ്റി വെച്ചിട്ടുണ്ട്. സോ ദി ഓപ്പർച്യൂണിറ്റീസ് ഇമെൻസ് ഫോർ ആൻറ്റർപ്രണർഷിപ്പ്. സ്റ്റുഡൻസ് സ്റ്റാർട്ടപ്സ് ആയിട്ട് വരുന്ന ഐഡിയാസ് ആയിട്ട് വരുന്നവർക്ക് വെരി ഹൈ എക്സ്പോഷറുമാണ്, ഹൈ ഓപ്പർച്യൂണിറ്റിയും കൂടിയുള്ളതാണ്. അത് നമ്മുടെ ടൈൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സസൈസാണ്. നമ്മളെല്ലാവരും അതിൽ ഈക്വലി ഇൻവോൾവ് ആണ്. അതിൽ അതുപോലെ നമുക്ക് ടൈയിലൊരു 5 പില്ലേഴ്സാണ്: മെൻറ്ററിങ്, എഡ്യൂക്കേഷൻ, നെറ്റ്വർക്കിംഗ്, ഫണ്ടിങ് ആൻഡ് ഇൻക്യുബേഷൻ. സോ അക്രോസ് ഈ 5 പില്ലേഴ്സും സെഷൻസും പ്രോഗ്രാമുകളെല്ലാം ഇറ്റ് സ്ട്രക്ചേർഡ് അറൗണ്ട് ദാറ്റ്. സോ ഒരുപാട് business deals will also happen because some of the largest investors in the country are joining as delegates. Total number of participants is we are expecting close to 800 to 1,000 people. Zurich entire German hangar air conditioned has been set up for doing this event, the main event. Adu kuda a lot of sub events will be happening around that. Kerala Angel Network nu varnadum, Capital Cafe nu varnadum, these are our funding arm ആണ് Kerala Angel Network. Many of our charter members and others are actively involved. So apart from discussions and comments, a slightly different format which we are looking at. We are expecting a fairly senior person to be part, Mr. C.K. Ranganathan of Kevin Care, guest of honor, chief guest from the corporate side. There will also be another person whom we are looking at, who's awaiting confirmation. We are not in a position to confirm now. Closer to the event, we will confirm. One thing which we have always found is that the support from ആദ്യത്തെ വർഷത്തെ ടൈക്കോൺ തൊട്ട് the kind of support which we have received from the media, അതാണ് ശരിക്കും ഇവന്റ് ഇത്രയ്ക്കൊരു പാൻ ഇന്ത്യ തന്നെ it has become ഒരു മേജർ ഇവന്റ് താങ്ക്സ് ടു the support which all of you have given. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ പിച്ച് പേ സെഷൻ പറഞ്ഞതിൽ ഇതൊരു സ്പോട്ട് ഫണ്ടിങ് ആണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്സിന്. 5 പേര് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് നിന്നാണ് ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്നത്. വനിതാ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെഷനും വിനോദിനി മാം സംസാരിച്ച മാതിരി അതിനുള്ളൊരു സെഷനും അവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ